അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഏതു വലിയ അസുഖത്തിനും ശിഫാ ലഭിക്കുന്ന മനോഹരമായ 3 പ്രാർത്ഥനകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന അതേ രൂപത്തിൽ തുടർച്ചയായി 7 ദിവസം, എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം അതിൻ്റെ ദിക്റുകളും സ്വലാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അമൽ നമ്മൾ ചൊല്ലേണ്ടത്. കൃത്യമായി 7 ദിവസം ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ അസുഖമാണെങ്കിലും, എത്ര മരുന്ന് കഴിച്ചിട്ട് ഭേദമാകാത്ത അസുഖമാണെങ്കിലും ഇൻഷാ അല്ലാഹ് 7 ദിവസം കഴിയുമ്പോഴേക്ക് ആ അസുഖം ഭേദമാകാൻ തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ അമൽ ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദിക്റുകളും സ്വലാത്തും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അമൽ തുടങ്ങേണ്ടത്. ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 3 തവണ ചൊല്ലുക. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് 3 തവണ ചൊല്ലുക. ആദ്യം ഹംദും പിന്നെ സ്വലാത്തും 3 വീതം ചൊല്ലിയതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 100 തവണ ചൊല്ലുക. അതിനുശേഷമാണ് നമ്മുടെ പ്രാർത്ഥന വ ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ ഈ ഒരു പരിശുദ്ധ ഖുർആനിലുള്ള പ്രാർത്ഥന 7 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭേദമാക്കി തരും. രണ്ടാമത്തെ പ്രാർത്ഥന അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക്. ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലുക. അതിനുശേഷം മൂന്നാമത്തെ പ്രാർത്ഥന അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ഈ പ്രാർത്ഥന 3 തവണ ചൊല്ലുക. ആദ്യത്തെ 2 പ്രാർത്ഥന 7 തവണയും മൂന്നാമത്തെ പ്രാർത്ഥന 3 തവണയുമാണ് ചൊല്ലേണ്ടത്. അതിനുശേഷം കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ എൻ്റെ അസുഖം ഭേദമാക്കി തരണേ അല്ലാഹ്. ഒരുപാട് കാലമായി ഞാൻ പ്രയാസപ്പെടുന്നു, ഒരുപാട് കാലമായി ഞാൻ വേദന സഹിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മഹത്വം കൊണ്ട് എൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ശിഫാ നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് 3 തവണ ചൊല്ലുക. ഇതാണ് നമ്മുടെ അമലിൻ്റെ രൂപം. ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 3 തവണ ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് 3 തവണ ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 100 തവണ ചൊല്ലുക. അതിനുശേഷമാണ് നമ്മൾ ഈ പറയപ്പെട്ടതായ 3 പ്രാർത്ഥനകൾ. ആദ്യത്തെ പ്രാർത്ഥന 7 തവണയും, രണ്ടാമത്തെ പ്രാർത്ഥന 7 തവണയും, മൂന്നാമത്തെ പ്രാർത്ഥന 3 തവണയും. അവസാനം നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്തി നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നാലാമത്തത് നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്ന 3 തവണ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് 3 തവണ ചൊല്ലി അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ അമൽ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.